നമസ്കാരം സുഹൃത്തുക്കളെ. എൻ്റെ ചിരട്ടയിലെ ഈ ഇടയ്ക്ക കണ്ടിട്ട് ക്ഷേത്ര കലാപീഠം ആദിക് മധുസൂദനൻ ഇവിടെ വരികയും ഇത് ഒന്ന് കൊട്ടി നോക്കുകയും ചെയ്തതാണ്. നമുക്ക് അദ്ദേഹത്തിൻ്റെ വാക്കുകളിലേക്ക് പോകാം. നമസ്കാരം, എൻ്റെ പേര് ക്ഷേത്ര കലാപീഠം ആദിക് മധുസൂദനൻ. ഞാനിപ്പോൾ നിങ്ങളുടെ മുമ്പിൽ എത്തിയിരിക്കുന്നത് ഈ ഒരു ഇടയ്ക്ക പരിചയപ്പെടുത്താനാണ്. ഇത് ഒറ്റ നോട്ടത്തിൽ സാധാരണ ഒരു ഇടയ്ക്ക പോലെ തന്നെ തോന്നുമെങ്കിലും ഇതിൻ്റെ പുറകെ ഒത്തിരി കൗതുകങ്ങൾ മറഞ്ഞിരിക്കുന്ന ഒരു ഇടയ്ക്കാണ്. അതിൻ്റെ കാര്യം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഇത് പൂർണ്ണമായിട്ടും പണി തീർത്തിരിക്കുന്നത് ചിരട്ട കൊണ്ടാണ്. ചിരട്ട എന്ന് പറയുമ്പോഴേക്കും പല നാട്ടിലും അതിന് പല പേരായിരിക്കും പറയുന്നത്. ഒരു ഉദാഹരണം പറഞ്ഞു തന്നാൽ, നമ്മൾ ഈ തേങ്ങയില്ലേ, തേങ്ങ ചിരണ്ടി കഴിയുമ്പോൾ മിച്ചം കിട്ടുന്ന അതിൻ്റെ തോടിനെയാണ് ചിരട്ട എന്ന് പറയുന്നത്. അപ്പോൾ ആ ചിരട്ട കൊണ്ടാണ് ഈ ഒരു ഇടയ്ക്ക പൂർണ്ണമായിട്ടും പണി തീർത്തിരിക്കുന്നത്. പക്ഷേ അതിൻ്റെ യാതൊരുവിധ കുഴപ്പവും ഇല്ല, ഒച്ച വ്യത്യാസം, അതിൻ്റെ ശ്രുതി, അതൊന്നും ഈ ഇടയ്ക്കൽ കാണത്തില്ല. അതായത് ഈ ഇടയ്ക്ക് ഇപ്പോൾ ഈ ഒരു കുറ്റിഭാഗം വരുന്നുണ്ട്, ഇത് പൂർണ്ണമായിട്ടും ചിരട്ട കൊണ്ടാണ് പണിഞ്ഞിരിക്കുന്നത്. ഇതാണ് ഒരു ഇടയ്ക്കയുടെ പ്രധാന ഭാഗം എന്ന് പറഞ്ഞ ഒരു ഇടയ്ക്ക കുറ്റിയാണ്. അത് പൂർണ്ണമായിട്ടും ചിരട്ട കൊണ്ടാണ് പണിഞ്ഞിരിക്കുന്നത്. പിന്നീട് ഈ വളയൽ, 2 വളയൽ വരുന്നുണ്ട് അപ്പുറം ഇപ്പുറം, ഇതും പൂർണ്ണമായിട്ടും ചിരട്ട കൊണ്ടാണ്. പക്ഷെ നല്ല കട്ടിയാണ് ഈ വളയലിനും കുറ്റിക്കും. അതുപോലെ തന്നെ ഇത് ജീവക്കോൽ എന്ന് പറയും. നമ്മൾ സാധാരണ ഇതൊക്കെ തടിയല ചെയ്യുന്നത്. ഈ കുറ്റിയാട്ടെ ഇത് പ്ലാവിൻ്റെ, ഇല്ല വളയിൽ പ്ലാവിൻ്റെ, ജീവക്കോല് തടിയല ചെയ്യുന്നത്. പക്ഷേ ഇതും പൂർണ്ണമായിട്ടും ചിരട്ടയെ തീർത്തിരിക്കുന്നൊരു ഇടയ്ക്കയാണ്. അതാണ് ഈ ഇടയ്ക്കയുടെ ഒരു പ്രത്യേകത വരുന്നത്. ഈ ഇടയ്ക്ക നിർമ്മിച്ചിരിക്കുന്നത് സന്തോഷ് KP എന്ന് പറയുന്നൊരു വ്യക്തിയാണ്. അദ്ദേഹത്തിൻ്റെ വീട് കൈപ്പുഴയിലാണ്. ഞാനിപ്പോൾ ഈ ഇടയ്ക്കയുടെ ശബ്ദം ഒന്ന് നിങ്ങളിലേക്ക് എത്തിക്കുകയാണ്. ഈ വീഡിയോ കണ്ട് എല്ലാവരും അഭിപ്രായം പറയുക, മറ്റുള്ളവരിലേക്കും ഈ വീഡിയോ ഒന്ന് ഷെയർ ചെയ്യുക, പിന്നെ എന്നെ ഒന്ന് സപ്പോർട്ട് ചെയ്തേക്കണേ.